ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബാപ്സ് മന്ദിർ അബുദാബിയാണ്. അവിടെ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഒരു മോർണിംഗിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഈവനിങ്ങിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. നമ്മൾ ഹിന്ദു മന്ദിറിൽ പോകുന്നതിന് മുമ്പായി ബാപ്സ് ഹിന്ദു മന്ദിർ എന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്മൾ എത്ര പേര് പോകുന്നോ അവരുടെയൊക്കെ ഇമെയിൽ ഐ ഡിയും എല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പം ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർ ഒരു QR കോഡ് നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരും. ആ QR കോഡും നിങ്ങൾ UAE റെസിഡൻ്റ് ആണെങ്കിൽ എമിറേറ്റ്സ് ID ആയിട്ടാണ് പോകേണ്ടത്. വിസിറ്റ് വിസയിൽ പോകുന്ന ആൾക്കാർ പാസ്പോർട്ടും ഈ QR കോഡും ഉള്ള ഫോണുമായിട്ട് പോകേണ്ടതാണ്. നമ്മളുടെ ടൈമും നമ്മൾ എത്ര പേരുണ്ട് വിസിറ്റ് ചെയ്യണം അതെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടതാണ്. അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് QR കോഡ് വരുന്നത്. അത് നമ്മൾ എൻട്രൻസിൽ കാണിക്കേണ്ടതാണ്. അവർ ചോദിക്കും. തിരക്കില്ലാത്ത ദിവസം എങ്ങനെയാണെന്നറിയില്ല. ഞാൻ പോയ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ QR കോഡൊക്കെ ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ഞങ്ങൾ പോയ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ്. നമ്മളുടെ ഷൂസൊക്കെ കൊണ്ട് വെക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ കൊണ്ട് വെക്കേണ്ടതാണ്. നമുക്കൊരു നിശ്ചിത പരിധി വരെ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കാനും മറ്റും സാധിക്കുള്ളൂ. അതുകൂടാണ്ട് ഇവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് താഴെയുണ്ട്. അവർ നമുക്ക് നല്ല മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്തു തരുന്നതാണ്. കഴിവതും മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ ബാപ്സ് ഹിന്ദു മന്ദിറിൽ പോകാനായിട്ട്. നമ്മുടെ ഡ്രസ്സിങ്ങിനനുസരിച്ച് നമ്മൾ സ്ലീവ്ലെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഷാളൊക്കെ അവർ തരും. നമ്മൾ ഷോർട്ട്സ് ആണ് ഇട്ടെങ്കിലും നമ്മളൊരു ഷോൾ പോലെ ഒരു മുണ്ട് നമ്മൾ ധരിക്കേണ്ടതാണ്. അവിടെ ചെല്ലുമ്പം വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ബാപ്സ് മന്ദിറും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്തൊക്കെ ഉള്ളത്. ചൂടുള്ള സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പോകുന്നതാണ് നല്ലത്. സിക്സ് 6:30ക്കും 7:30ക്കും ആണെന്ന് തോന്നണു ഗംഗാരതി നടക്കുന്നത്. ഈ 2 ടൈമിങ്ങിലാണ്. ഗംഗാരതിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ വാങ്ങാൻ കിട്ടും. ഈ ലോട്ടസ് ഫ്ലവറും നമുക്ക് ഗംഗാരതി സമയത്ത് ഇതിനെ ഗംഗയായിട്ടാണ് ഈ പൂളിനെ സങ്കല്പിക്കുന്നത്. അവിടെ നമുക്ക് ഈ ലോട്ടസിൻ്റെ വിളക്ക് നമുക്ക് ഒഴുക്കി വിടാവുന്ന ഇത് 5 ദിറംസാണ്. അതോടൊപ്പം ഗംഗാരതി ഒഴിയുന്ന ഒരു ഇങ്ങനെ തട്ടായിട്ടുള്ള വിളക്കുണ്ട്. അത് നമ്മൾ തന്നെയാണ് അവിടുന്ന് വാങ്ങിച്ച് നമ്മൾ ഇതേപോലെ ആ ടൈമിങ്ങിൽ നമ്മൾ ഇതിനെ ഗംഗയായിട്ട് പൂളിനെ ഗംഗയായിട്ട് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ആരതി ഒഴിയുന്നതാണ്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഫ്രണ്ടിലെ റോയിൽ തന്നെ ഇരിക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലെ റോയിൽ നിന്ന് നമുക്ക് ഇത് കാണാനും എളുപ്പമാണ്. അതോടൊപ്പം നമുക്ക് ഗംഗാരതി ചെയ്യുകയും ചെയ്യുന്നത്. ഏതാണ്ട് വളരെ ഒരു 50 ദിറംസൊക്കെ ആ ഇതിലാണെന്ന് തോന്നുന്നു. ആ ആരതി ഒഴിയുന്ന വിളക്കിന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എത്ര രൂപയാണെന്നുള്ളത്. ഇത് ഞങ്ങൾ ഒരു പകൽ സമയത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴും വേറൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല ചൂടായിരുന്നു ആ സമയത്ത് പോയപ്പം. എപ്പോൾ പോയാലും ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. ബുക്ക് ചെയ്തിട്ട് പോയാൽ മാത്രമേ നമുക്ക് വണ്ടി ഇവിടേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഭാഗത്തേക്ക് ഈ ബാപ്സ് ഹിന്ദു മന്ദിറിലേക്ക് ബസ്സുകളും ഉണ്ട്. ബസ്സിൻ്റെ നമ്പർ എനിക്കറിയില്ല. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണെന്ന് പറഞ്ഞിട്ട്. ബസ്സിനാണെങ്കിലും ഇങ്ങോട്ട് വന്ന് ചേരാവുന്നതാണ്. ഇവിടുന്ന് പോകാനും തിരിച്ചു പോകാനും ബസ്സുകളുണ്ട്.